ഹലോ, ഇന്ന് ഞങ്ങളാണെങ്കിലേ എറണാകുളം വരെ പോവാൻ ഞങ്ങളുടെ സ്വന്തം ടിയാഗോ EVയിൽ. ഇപ്പൊ എത്ര ഉണ്ട് ചാർജ്? ഇപ്പൊ 100% ഉണ്ട്. നമുക്ക് അവിടെ വരെ പോകുമ്പോ എത്ര കിട്ടും നോക്കാം. റേഞ്ച് ടെസ്റ്റ് കൂടെ ആയിക്കോട്ടെ ടിയാഗോയുടെ. ഇടയ്ക്ക് ഫുഡ് അടിയൊക്കെ ഉണ്ട്. ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്യാം. കാണിച്ചേ 100 ഇപ്പം കൃത്യം 100% ഉണ്ട്. 0 കിലോമീറ്റർ റീസെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം കാണിക്കുന്ന AC കാണിക്കുന്ന റേഞ്ച് 228. അതൊന്നും നോക്കണ്ടേ. നമ്മൾ AC ആവറേജ് ഇലക്ട്രിസിറ്റി കൺസംപ്ഷൻ അനുസരിച്ചാണ് റേറ്റ് കിട്ടുന്നത്. താഴെ കാണുന്ന AC അനുസരിച്ച്. അപ്പം ഞങ്ങൾ പോയിച്ച് ടിയാഗോക്ക് എത്ര റേഞ്ച് കൂടെ കിട്ടുമെന്ന് എല്ലാവരോടും അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ ഏകദേശം 21 കിലോമീറ്റർ ആയിട്ടുണ്ട്. 90% ചാർജ് ഇപ്പോഴും ബാക്കിയുണ്ട്. 190 കിലോമീറ്റർ റേഞ്ച് കാണിക്കുന്നുണ്ട്. AC ഇപ്പം 112 ആയി. കമ്പനി പറയുന്ന ഒരു ടെമ്പറേച്ചർ 20-നും 30-നും ഇടയ്ക്കുള്ള ടെമ്പറേച്ചർ ആകുമ്പോഴാണ് കമ്പനി പറയുന്ന റേഞ്ച് കിട്ടുക. ഇതിപ്പം ടെമ്പറേച്ചർ 35ഒക്കെയാണ്. അതുപോലെ നമുക്ക് നോക്കാം, ഒരു 220 കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പം നമ്മൾ ഏകദേശം 21 കിലോമീറ്റർ ആയിട്ടുണ്ട്. 90% ചാർജ് ഇപ്പോഴും ബാക്കിയുണ്ട്. 190 കിലോമീറ്റർ റേഞ്ച് കാണിക്കുന്നുണ്ട്. AC ഇപ്പം 112 ആയി. കമ്പനി പറയുന്ന ഒരു ടെമ്പറേച്ചർ 20-നും 30-നും ഇടയ്ക്കുള്ള ടെമ്പറേച്ചർ ആകുമ്പോഴാണ് കമ്പനി പറയുന്ന റേഞ്ച് കിട്ടുക. ഇതിപ്പം ടെമ്പറേച്ചർ 35ഒക്കെയാണ്. അതുപോലെ നമുക്ക് നോക്കാം, ഒരു 220 കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ ലെവൽ ക്രോസിൽ പെട്ട് കിടക്കുക. അപ്പം ഞങ്ങൾക്ക് ഒരു പാക്കറ്റ് ഉണ്ണിയപ്പം ഇവിടെ ഒരു ചേട്ടൻ കൊണ്ടുവന്ന് വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വാങ്ങി ടേസ്റ്റ് ചെയ്ത് നോക്കാം. വീട്ടിലുണ്ടാക്കിയാന്നാ പറഞ്ഞ കൊള്ളാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നല്ല വിശപ്പും. ഇപ്പം തുറക്കുന്നു. ചായ ഉള്ള കടയിൽ ചെന്നിട്ട് ചായ ഇല്ലെന്ന്. ചായ ഉണ്ട് ഗൈസ്, ചായ ഉണ്ട്. വേണ്ട വേണ്ട, യുദ്ധം കഴിഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? കൂടുതലാണ്. മധുരത്തിൻ്റെ കാര്യം പറയാൻ മറന്നു. പള്ളിയിലെ കടകളിൽ കിട്ടുന്ന ചായ നല്ല മധുരമുണ്ട്. ഞങ്ങൾ മധുരം കുറവാണ് ഉപയോഗിക്കുന്നത്. എന്തെങ്കിലും പറയാനുണ്ടോ? അങ്ങനെ നമ്മുടെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് നല്ല സൂപ്പർ പരിപ്പുവടയായിരുന്നു. പക്ഷെ അതിന്റെ വീഡിയോ എടുത്തോന്ന് അറിയത്തില്ല. ചായയും കൊള്ളായിരുന്നു, പരിപ്പുവട അടിപൊളിയായിരുന്നു. പഴയ ഇലക്കടകളിൽ കിട്ടുന്ന കൂട്ടത്തെ ചായയായിരുന്നു. നാടൻ തട്ടുകടയിലെ ചായക്കടയിലെ ചായ കൂട്ടത്തെ നല്ല പരിപ്പുവട അടിപൊളിയായിരുന്നു. പരിപ്പുവട ഓവറായിട്ട് മുരിഞ്ഞിട്ടില്ല, പക്ഷെ സൂപ്പർ പരിപ്പുവടയായിരുന്നു. നല്ല രീതിയിൽ സവാളയൊക്കെ ചേർത്തിട്ട്. തീറ്റി മാത്രമേ നടക്കുന്നുള്ളൂ. യാത്ര ഇങ്ങോട്ട് ഭയങ്കര സ്ലോ ആയി. 40 കിലോമീറ്റർ ഞാൻ ഓടിക്കാൻ രണ്ടു വട്ടം നിർത്തിയിട്ടുണ്ട്. ഞാൻ ഓടിക്കട്ടെ. അപ്പം രാത്രി ആയാലും എറണാകുളത്തും എല്ലത്തില്ല. സീറ്റ് ബെൽറ്റ് ഇട്. ശരി,
കാണാം. കല്യാണത്തിന് വീഡിയോ ഞങ്ങൾ എടുത്തിട്ടില്ല, കാര്യം ഞങ്ങൾക്ക് രണ്ടുപേർക്കും വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തില്ല. ഫോട്ടോസ് വലിയ കുഴപ്പമില്ല. നമ്മളിപ്പോ യൂട്യൂബ് ചാനൽ തുടങ്ങിയേക്കുക. എന്ത് പറയാനുള്ള, എന്തെങ്കിലും പറയാനുള്ള? ഞാനാണെങ്കിൽ ഒരു 5-6 തവണ ജിമ്മിലെ വീഡിയോസ്, ഫിറ്റ്നസ് റിലേറ്റഡ് വീഡിയോസ് ഇടാന്ന് പറഞ്ഞ് ഷൂട്ട് ചെയ്യും. പിന്നെ ഷൈനസ് കൊണ്ട് മാറ്റും. കല്യാണത്തിന് ഞങ്ങൾ വീഡിയോ വേണ്ടാന്ന് വെച്ചത് പോലും മടിയായതുകൊണ്ടാണ്. മടിയെന്നല്ല, ഒരു നാണക്കേടാ വീഡിയോയ്ക്കകത്ത് വരാൻ വേണ്ടി. എന്തായാലും ഇത് രണ്ടും കൽപ്പിച്ച് രണ്ടുപേരും ഒരു വീഡിയോയുടെ കാര്യത്തിൽ ഒരു ഇൻട്രോവേർട്ടാ. അല്ലാതെ സംസാരിക്കാൻ എനിക്ക് പ്രശ്നമില്ല. എനിക്ക് പക്ഷെ അല്ലാതെ സംസാരിക്കാനും പ്രശ്നമുണ്ട്. വീഡിയോ എടുക്കാനൊരു നാണക്കേടാ. അപ്പൊ എന്തും വരട്ടെന്ന് വെച്ച് ഇവള് തുടങ്ങിയതാ. അപ്പൊ ഞാനും അതിന്റെ കൂട്ടത്തില് മാറ്റാന്ന് വെച്ചു. ഞാൻ കുറെ വീഡിയോസ് ഫിറ്റ്നസ് ഞാൻ ഇങ്ങനെ ഇരുന്ന് ചിന്തിച്ച് എന്നും ഇങ്ങനെ ആലോചിക്കും, ഇട്ടാലെന്താ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെയുള്ള വീഡിയോസ് കാണാനൊക്കെ. അപ്പൊ ഞാൻ ഇങ്ങനെ തുടങ്ങണം എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് അനിയത്തിയായിട്ടൊരു വീഡിയോ ഇട്ടത്. അപ്പൊ എനിക്ക് കുറച്ച് അങ്ങനെ ഇട്ടപ്പോ എനിക്ക് എങ്ങനെയാ ഇടേണ്ടത് ആ ഒരു രീതിയൊക്കെ മനസ്സിലായി. അപ്പൊ ഞാൻ പിന്നെ വിചാരിച്ച് രണ്ടും കൽപ്പിച്ചിടാം, അങ്ങനെ ഇട്ടതാണ്. എന്റെ ഫിറ്റ്നസ് റിലേറ്റഡ് വീഡിയോ ഉണ്ട്, അത് വിടണം. അത് വേറെ ചാനൽ. ഇവളാണ് എന്റെ മോട്ടിവേഷൻ. ഇപ്പം ലൈക്ക് ആൾക്കാർ കാണുമോ ഇല്ലയോ എന്നുള്ളതല്ല, നമുക്ക് ആ ഇടാനുള്ള ഒരു നാണക്കേടുണ്ടല്ലോ. ഞങ്ങൾക്ക് അതെ 10 പേര് നിൽക്കുന്നിടത്ത് പോയി ഒരു ഫോട്ടോ എടുക്കാൻ പോലും ഞങ്ങൾക്ക് ഭയങ്കര മടിയാണ്. ഇപ്പം ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ, ഞാനിപ്പോൾ എവിടെയൊക്കെ പോകുമ്പം കൂട്ടുകാരൊക്കെ ഫോട്ടോ എടുക്കാൻ പറയുമ്പോഴും ഒന്നാമത്തെ കാര്യം എടുക്കാൻ അറിഞ്ഞൂടാ, എങ്ങനെ വെച്ച് എടുക്കണമെന്ന് അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. ഞങ്ങളതിനെക്കുറിച്ച് ബോധമല്ല പലപ്പോഴും, ഇങ്ങനെ ഫോട്ടോ എടുക്കുന്ന കാര്യങ്ങളോ അതിനെക്കുറിച്ചൊന്നും. ഞങ്ങള് കുറച്ചൊക്കെ ഒരുങ്ങിയൊക്കെ പോവും, പക്ഷെ അത് എങ്ങനെയാലും ഇങ്ങ് വീട്ടിൽ വരണം ആ ഒരു മൈൻഡ്. അല്ലാതെ ഫോട്ടോ കുറെ പൊതുവെ ക്യാമറ ഫേസ് ചെയ്യാനുള്ള നാണക്കേട് കൊണ്ട്. അതുകൊണ്ട് കല്യാണത്തിന് വീഡിയോ പോലും എടുത്തില്ല. നമ്മള് മറ്റേ പ്രീ വെഡിങ് ഫോട്ടോസ് എടുത്ത് കഴിഞ്ഞപ്പോ തന്നെ ആൽബം കിട്ടിയത് തന്നെ അതിന്റെ വീട്ടിലത് കിട്ടിയത് ഈ വർഷമാണ്. എന്ന് വെച്ചാൽ അതിനോടൊരു ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ അവസാനം ക്യാമറാമാൻ ഇങ്ങോട്ട് കടന്ന് ചോദിച്ച് ഈ വർഷമാ കിട്ടിയത് തന്നെ ആൽബം. അതിനകത്ത് എഴുതിയിട്ടും ഉണ്ട് ഈ വർഷത്തെ. എന്നിട്ട് ഫോട്ടോസ് ഒക്കെ ഭയങ്കര കുറവായിരുന്നു. കല്യാണ ആൽബത്തില് 10-20 ലീഫേ ഉള്ളൂ, ഫോട്ടോസ് ഒന്നും ഇല്ല. പിന്നെ നാട്ടുകാരുടെ ഒക്കെ വന്നവരുടെ ഒക്കെ ഫോട്ടോസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞങ്ങളുടെ ഒന്നും ഫോട്ടോസ് ഇല്ല. ആരെയും പിടിച്ച ഫോട്ടോസ് എടുക്കാനും അറിയത്തില്ല, വിളിക്കാനും ഒരു നാണക്കേട്. അതൊക്കെ മാറ്റണമെന്ന് വെച്ചാ ഇങ്ങനെ ഇട്ട് തുടങ്ങിയത്. അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. സമയം 2 മണിയായിട്ടുണ്ട്. ഫുഡ് ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. 2 കടകളാണ് ഓപ്ഷനിലുള്ളത്. ഒന്നേതാ മീശക്കാരൻ ദിലീപേട്ടന്റെ കട, ഒന്നേതാ മധുച്ചേട്ടന്റെ കട, മറ്റേതാ മധു സീ ഫുഡ് റെസ്റ്റോറന്റ്. രണ്ടും ഇപ്പൊ കഴിയാറായി കാണും. ഫുഡ് കിട്ടുമോന്ന് അറിഞ്ഞൂടാ, എത്ര മണി വരെയാന്ന് അറിഞ്ഞൂടാ. ഇപ്പൊ നമ്മൾ എവിടോട്ടാ പോന്നേ? നമുക്ക് എവിടെയാണേലും പോകാൻ നോക്കട്ടെ, സാഹചര്യം കൂട്ടും. വണ്ടിയുടെ ചാർജ് ഇപ്പം 68% ചാർജ് ഉണ്ട്. നമ്മൾ 77 കിലോമീറ്റർ ഓടി. റേഞ്ച് ഇനി കാണിക്കുന്നത് 154 ഇപ്പം. AEC ആവറേജ് എനർജി കൺസപ്ഷൻ 99 Wh/km എത്തി. അവിടെ ചെല്ലുന്നവരെ കാണുമോ? ചെന്ന് കഴിഞ്ഞും കാണും. ചെന്ന് കഴിഞ്ഞ് തിരിച്ച് ചേർത്തല വരെ കൂടി ഒരാളത് കാണും. പക്ഷെ നമുക്ക് എറണാകുളത്ത് ചെന്നാൽ അവിടെ ലുലുവിൻ്റെ അവിടെ കുത്തിയിടാം. അല്ലെന്നുണ്ടെങ്കിൽ തിരിച്ചു വരുമ്പം വരുന്ന വഴിക്ക് KCBയുടെയും ഗോയിസിയുടെ ഒക്കെ ഉണ്ട്. ഏറ്റവും ലാഭം KCB കുത്തിയിടുന്നതാണ്. കാശ് കുറവാകത്തുള്ളൂ. പിന്നെ സിയോണിൻ്റെ ആണെന്ന് തോന്നുന്നു ഏറ്റവും റേറ്റ് കൂടുതൽ. ഗോയിസ് റേറ്റ് കൂടുതലാണ്. ഡിപ്പെൻസ്. ചില ഓരോ ചാർജിങ് സ്റ്റേഷൻ അനുസരിച്ച് മാറ്റം വരും. 60 കിലോവാട്ട് യൂസ് ചെയ്യുമ്പം സിയോണിൻ്റെ എനിക്ക് തോന്നുന്നു 24 രൂപ അടുപ്പിച്ച് വരുമെന്ന് തോന്നുന്നു, ഇൻക്ലൂഡിങ് GST 23 രൂപ 24 രൂപ വരും. ഗോയിസി ഒക്കെ ആണെങ്കിലും അത്രയും വരും. സിയോണ്ടാണ് ചില തന്നെ 21 രൂപ വരുന്നുണ്ട്. KCBയുടെ എനിക്ക് തോന്നുന്നു ചിലയിടത്ത് 15 രൂപ. തിരുവനന്തപുരത്ത് നാളെ ഈ പട്ടത്ത് കുത്തിയിട്ടപ്പം 15 രൂപയായിരുന്നു. പിന്നെ
പട്ടത്തെ ഞാൻ കുത്തിയോ, പട്ടത്ത് നേമത്ത് കുത്തിയിട്ടപ്പം 15 രൂപ ഉള്ളായിരുന്നു. പട്ടത്ത് എനിക്ക് 19 രൂപ 18 രൂപ ഉണ്ടായിരുന്നു. ഓരോരുത്തടുത്ത് ഓരോ റേറ്റ്. ഏറ്റവും ലാഭം വീട്ടിൽ കുത്തിയിടുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി യൂസ് വീട്ടിൽ കുത്തിയിട്ട് ഒരു 150 കിലോമീറ്റർ യൂസ് ചെയ്യണമെങ്കിൽ ഭയങ്കര വാല്യൂ ഫോർ മണിയാണ്. കാര്യം നമുക്ക് ഒരു ബൈക്ക് നടക്കുന്ന കാശാവത്തേ ഉള്ളൂ. 1 രൂപ 1.5 രൂപ പെർ കിലോമീറ്റർ ആവത്തുള്ളൂ. പക്ഷെ പുറത്ത് കുത്തിയിടുവാണെങ്കിൽ 2 രൂപ 2.5 രൂപ 3 രൂപ 3.5 രൂപ വരെയൊക്കെ പോകും. 3.5-4 രൂപ വരെയൊക്കെ പോകും. പിന്നെ കാല് തോനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ചവിട്ടിപ്പറിച്ച് പോയി കഴിഞ്ഞാൽ റേഞ്ച് അതേകൂട്ട് കുറയുകയും ചെയ്യും. അപ്പം വീണ്ടും കോസ്റ്റ് ആകും പെർ കിലോമീറ്റർ. മാന്യമായ രീതി വണ്ടി ഓടിക്കുകയും വീട്ടിൽ കുത്തിയിടുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു 1.5 രൂപയ്ക്ക് 1 കിലോമീറ്റർ സുഖത്തെ ഓടാം. എന്ന് പറയുമ്പോൾ ബൈക്കിനാണെങ്കിൽ പോലും ഇപ്പോൾ ഒരു സ്കൂട്ടറിനും ബൈക്കിലൊക്കെ ആണെങ്കിൽ പോലും ഒരു 2 രൂപ പുറത്ത് വരും. പിന്നെ കൂടാതെ ഒരു സ്കൂട്ടറാണെങ്കിൽ 2500 കിലോമീറ്റർ 3000 കിലോമീറ്റർ ആകുമ്പോൾ ഓയിൽ ചേഞ്ച് ചെയ്യണം. ബൈക്കാണെങ്കിൽ 5000 കിലോമീറ്റർ. നോർമൽ പെട്രോൾ വണ്ടി കാറുകൾക്കാണെങ്കിൽ IC എഞ്ചിനൊക്കെ ആണെങ്കിൽ ഒരു 10-നുള്ളിൽ 7500 കിലോമീറ്റർ കൂടുമ്പോൾ ഓയിൽ ചേഞ്ച് ചെയ്യണം. അത് നോക്കുമ്പോൾ നല്ലൊരു ഹ്യൂജ് എമൗണ്ട് ഉണ്ടാവും. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നല്ലൊരു തുക ലാഭിക്കാം. ഓട്ടോ ഉള്ളവർക്ക് ഭയങ്കര ലാഭമാണ്. എന്തായാലും നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ എത്താൻ പോവുകയാണ്. കുറച്ച് ദൂരോട്ടേ ഉള്ളൂ. മീശക്കാരൻ ദിലീപേട്ടൻ്റെ കടയിലോട്ടോ നമ്മൾ ആദ്യമായിട്ട് പോവാം. ഞാൻ ഇതിനു മുമ്പ് പോയിട്ടില്ല. ഞങ്ങൾ മതിച്ചേട്ടൻ്റെ കടയിൽ പോയിട്ടുണ്ട്. നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. സമയം ഏതാണ്ട് 2:30 കഴിഞ്ഞ്. വിശന്ന മനുഷ്യന്റെ ഉപ്പാടും ചാപ്പാടും വന്നു. അതാ ഇവിടെ മീശക്കാരൻ ദിലീപേട്ടൻ്റെ കട. പാർക്കിംഗ് ഇവിടെ 100 മീറ്റർ കാണിക്കുന്നു. പാർക്ക് ചെയ്യണം. പാർക്ക് ചെയ്തിട്ട് നടന്നു പോകണമായിരിക്കും. എനിക്ക് അറിഞ്ഞോളൂ. പോയി നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് തിരിച്ച് ഫുഡ് ഉണ്ടെങ്കിൽ പാർക്ക് ചെയ്താൽ മതിയല്ലോ. കഴിഞ്ഞെങ്കിൽ പാർക്ക് ചെയ്യണ്ടല്ലോ. 10 മീറ്റർ അകത്തേക്ക്. ഏതാ നെയ്മീൻ വേണോ? വേണ്ട. കാളാഞ്ചിക്കറി അല്ല, ചെമ്പല്ലി അല്ലേ ഫ്രൈ പറഞ്ഞത്? കറി വേറെ വല്ലതും പറഞ്ഞു. ചൂരക്കറി ഉണ്ടോ? ചൂരക്കറി വറ്റക്കറിക്കോ? ചൂരയുടെ ടേസ്റ്റാ. അപ്പോൾ വറ്റക്കറി എടുത്തു. ഒരു വറ്റക്കറിയും ഒരു ചെമ്പല്ലി ഫ്രൈ മതി. പിന്നെ എന്തെങ്കിലും പറയാൻ പറയാം. മീൻ കഴിക്കാത്ത ആള് മീൻകറിക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. കാളാഞ്ചി വന്നിട്ടുണ്ട്. ചോറെടുക്കുന്നില്ലായിരുന്നു. അതിനെടുക്കാം. മാറാ കിട്ടോ? ഞാൻ ഫ്രൈ ഇവിടെ വരാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു.
തന്നെ ഷോട്ട് ഇട്ടു. അത് കട്ട് ചെയ്ത് വെക്കാൻ ഷോസിനുള്ള എടുത്തായിരുന്നു. ഇവിടെ എടുത്തോ. നീ മുതൽ അത് എടുത്താൽ മതി. ഓണം വാങ്ങിക്കാൻ എടുത്തോ. എനിക്ക് കഴിക്കാം. ഒന്നും റെഡി കഴിയും. ഇരുട്ടട കഴിയും. ഇദ്ദേഹമാണ് ഇതിന്റെ സാരഥി. എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്? കൊള്ളാം, കുഴപ്പമില്ല. ഫിഷൊക്കെ നല്ല ഫ്രഷാ. കാര്യം മീൻ ഇഷ്ടപ്പെടാത്തവരും കഴിക്കും. കാര്യം ആ ഒരു സ്മെല്ലോ ഒരു ചെവയുണ്ടല്ലോ, വോമിറ്റിങ്. എനിക്കൊക്കെ ആണെങ്കിൽ സ്മെല്ലുണ്ടായതുകൊണ്ട് ഞാൻ കഴിക്കത്തില്ല. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ വയറ് പെട്ടെന്ന് ഫിഷ് ഒരു ഇച്ചിരി ഇതായിട്ട് കുറച്ച് ടൈം ആയി കഴിഞ്ഞാലേ ഫിഷിന് ഒരു ഓവറായിട്ടുള്ള ഒരു സ്മെല്ല് വരത്തില്ലേ, ആ ഒരു സ്മെല്ലോ സാധനമൊന്നുമില്ല. നല്ല കറിയാണ്, അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് സാധനം. പിന്നെ അവിടുത്തെ സർവീസും ഭയങ്കരമാണ്. നമുക്ക് നമ്മുടെ ബുദ്ധിമുട്ട് ആദ്യമേ പറഞ്ഞ് നമുക്ക് ഇങ്ങനെയൊക്കെയാന്ന് പറഞ്ഞപ്പോഴേ അവര് തന്നെ ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്യുന്നതല്ലേ. ഫിഷ് നമുക്ക് ഫിഷ് കഴിക്കാൻ ഞങ്ങൾക്ക് പാടായിരുന്നു. ഞങ്ങൾക്ക് ഓവർ ഈ ഫിഷി സ്മെല്ലുള്ള സാധനം പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ തന്നെ നമുക്കൊരു ഇതേോട്ട് നമ്മൾ വറ്റക്കറിയും കാളാഞ്ചി ഫ്രൈ വലിയ വാങ്ങിച്ചു. വറ്റക്കറിയും കാളാഞ്ചി ഫ്രൈ വാങ്ങിച്ചു. പിന്നെ കാളാഞ്ചി ഫ്രൈക്ക് ശകലം ഉപ്പ് കൂടുതലുണ്ടായിരുന്നു. മാനേജബിൾ ആയിരുന്നു. അല്ല, കഴിച്ച് വന്നപ്പോ കുഴപ്പമില്ല. ആദ്യം എടുത്ത് വെറുതെ ടേസ്റ്റ് ചെയ്തപ്പോഴ ചോറിന്റെ കൂടെ കഴിക്കുമ്പോ ആ ഒരു ബുദ്ധിമുട്ടില്ല. നല്ല ഫുഡായിരുന്നു. ഫുഡ് കുഴപ്പമില്ല. ഞങ്ങള് സാധാരണ ഈ മീൻ ഓർഡർ ചെയ്തിട്ട് ലാസ്റ്റ് അവിടെ വെച്ചിട്ട് പോരുവാണ്. എല്ലാ തവണ ഞങ്ങൾ ഫുഡ് മീൻ കഴിക്കും. ഇനി തൊട്ട് മീൻ കഴിച്ചു തുടങ്ങുമെന്ന് വിചാരിക്കും. ഇവിടെ ഓർഡർ ചെയ്യും, അവിടെ വെച്ചിട്ട് വരും. പക്ഷെ ഇത് കുഴപ്പമില്ല, മീൻ കഴിക്കാൻ പറ്റും. കാര്യം നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫിഷാണ്. അതാ ഏറ്റവും വലിയ കുഴപ്പം. വില ഇച്ചിരി ഓവർ പ്രൈസ്ഡ് ആണ്. പക്ഷെ അത് എനിക്ക് തോന്നുന്നു സൈസും ഉണ്ട്. ഭയങ്കര നല്ല സൈസ് അല്ലയോ? സൈസ് അത്യാവശ്യം വലിയ സൈസും ആണ്. പിന്നെ ആ ക്വാളിറ്റി ഉണ്ടല്ലോ, ഫിഷിന്റെ ക്വാളിറ്റി മീൻസ് ചീഞ്ഞതോ അല്ലെങ്കിൽ പഴകിയതോ ഒന്നും അല്ല. അപ്പൊ ഫ്രഷ് ആയിട്ടുള്ള സാധനം ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു പ്രൈസ് ഇത്തിരി ആ ഒരു പ്രൈസ് വാങ്ങിച്ചു കഴിഞ്ഞാലും കുഴപ്പമില്ല. പിന്നെ നല്ല അടിപൊളി സർവീസാണ്, പെരുമാറ്റമൊക്കെ അടിപൊളിയാണ്. ഞങ്ങൾ കമ്പയർ ചെയ്യല്ല, മതിച്ചേട്ടൻ്റെ അവിടെ പോയപ്പോൾ ഒരു പ്രശ്നം, അവിടെ ഞങ്ങൾ ചെന്നപ്പോഴെല്ലാം ഹെവി റഷാണ്, മാനേജ് ചെയ്യാൻ പറ്റാത്തത്ര റഷായിരുന്നു. അപ്പോൾ അവിടെ ആരും ഇല്ല നോക്കാനും കാണാനും ഒന്നും. ഫുഡ് മോശമല്ലായിരുന്നു അവിടുത്തെ. പക്ഷെ ഇവിടെ ഫുഡും ആവറേജ് കുഴപ്പമില്ലാത്ത ഫുഡാണ്. ഫിഷ് അടിപൊളിയാണ്. ഫിഷ് എല്ലാ ആൾക്കാർക്കും, ഒരുവിധം ഫിഷ് കഴിക്കാത്ത ആൾക്കാർക്കും കഴിക്കാൻ പറ്റിയ രീതിയിലാണ് ചെയ്യുന്നത്. കാര്യം ഒരുപാട് ഒരു റോ ആയിട്ടുള്ള ഫിഷിൻ്റെ ടേസ്റ്റ് ഒന്നുമല്ല, കുറച്ച് മസാലയുടെയും അങ്ങനെയൊക്കെയുള്ളൊരു ടേസ്റ്റാണ്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ലതായിരുന്നു. കാര്യം ഫിഷ് കഴിക്കാത്തവരെന്ന നിലയിൽ നല്ലതായിരുന്നു. അടിപൊളിയായിട്ട് നല്ല രീതിയിലാണ് ഫിഷ് കുക്ക് ചെയ്തേക്കുന്നത്. വണ്ടി ഞങ്ങൾ ചാർജിങ് സ്റ്റേഷനിൽ ചാർജ് ചെയ്യാനിട്ടായിരുന്നു തിരിച്ചു വരാൻ നേരം. എന്നിട്ട് ഞങ്ങളൊരു കഫേ കയറി ചുമ്മാ കോഫിയൊക്കെ കുടിച്ച് കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് എടുത്തു. എന്നിട്ടാണ് തിരിച്ചത്. ഇപ്പം രാത്രി 2 മണിയായി, വെളുപ്പിന് 2 മണിയായി. ഇപ്പോഴാണ് എത്തിയത്. ചാർജ് ചെയ്യാൻ കയറി, ഫുഡ് കഴിക്കാൻ കയറി, ഇടയ്ക്ക് ചായ കുടിക്കാൻ നിന്ന്, അങ്ങനെ വീട്ടിലെത്തിയപ്പം 2 മണി കഴിഞ്ഞു. 2:10 കൃത്യം. അപ്പോൾ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ചാർജ് ഇങ്ങോട്ട് വരുന്ന വഴി ഒരു തവണ ചെയ്തു. ഇനിയൊരു 26% കൂടെ ഉണ്ട്. ഇങ്ങോട്ട് വന്നപ്പോൾ ഇച്ചിരി നല്ല സ്പീഡിലാണ് വന്നത്. അത്യാവശ്യം കുഴപ്പമില്ല. നമുക്ക് ഒരു 200 കിലോമീറ്റർ റേഞ്ചിനകത്തുള്ള ദൂരം, 300 കിലോമീറ്റർ വരെ പോകാൻ ആക്ച്വലി കുഴപ്പമില്ല. ചാർജ് ചെയ്യാനുള്ള ഒരു സമയം വേണമെന്നുള്ളതേ ഉള്ളൂ. ഒരു 3/4 മണിക്കൂർ ചാർജ് ചെയ്യാനുള്ളത് വേണം. പിന്നെ ഞങ്ങളുടെ ഡേ ഇന്നത്തെ പരിപാടി അവസാനിപ്പിച്ചിരിക്കും.